എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. അച്ചാറുകൾ പലരും ഉണ്ടാക്കുന്നത് പല വിധത്തിലാണല്ലോ. ഞാൻ എൻ്റേതായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇടത്തരം വലുപ്പത്തിലുള്ള 2 ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ വലുപ്പത്തിലാണ് ചിക്കൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഒന്നുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന പീസിൽ നിന്നും കുറച്ചുകൂടി വലുപ്പം കുറച്ച പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇതേപോലെ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിനെ നമുക്ക് കഴുകാനുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കഴുകി വാരിയെടുക്കാം. നന്നായി കഴുകി വാരി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ ചിക്കനിലേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചിക്കൻ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വിനാഗിരി അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് നന്നായി തിരുമ്മി മസാലയെല്ലാം ചിക്കനിലേക്ക് യോജിപ്പിച്ചെടുക്കാം. മസാലയെല്ലാം നന്നായി ചിക്കനിൽ പുരട്ടിയതിന് ശേഷം അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മൂടി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു പാനിലേക്ക് കുറച്ച് അധികം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. നല്ലെണ്ണയിൽ തന്നെ ചിക്കൻ വറുത്തെടുക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ബാലൻസ് ഉള്ള എണ്ണ അച്ചാറിടാൻ വേണ്ടി എടുക്കാം. ഇനി ഇത് ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അച്ചാറിടുമ്പോഴത്തേക്കും ഒരുപാട് കട്ടിയായി പോകും. ഒരു 3/4 ഭാഗത്തോളം ഒന്ന് ഫ്രൈ ആക്കിയാൽ മതിയാകും. ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നല്ലെണ്ണയിലിട്ട് തന്നെ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് അച്ചാറിന് നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. ഇപ്പോൾ ഇതാ 3/4 ഭാഗത്തോളം ഇത് ഫ്രൈ ആയി കഴിഞ്ഞ് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ ഒരു പരുവാണ് അച്ചാറിടാൻ ഏറ്റവും നല്ലത്. ഇനി അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ബാലൻസുള്ള ചിക്കൻ നമുക്ക് ഇതേപോലെ തന്നെ വറുത്ത് കോരിയെടുക്കാം. ചിക്കൻ ഒരുപാടങ്ങ് ഫ്രൈ ആക്കി എടുക്കാത്തത് കൊണ്ട് തന്നെ എണ്ണയിൽ മുങ്ങിക്കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ ഈ ചിക്കനും പരുവായി കഴിഞ്ഞ് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പം നമ്മൾ ചിക്കനെല്ലാം വറുത്ത് കോരി മാറ്റി കഴിഞ്ഞു. ഇനി അച്ചാറിടാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ ചിക്കൻ വറുത്തതിൻ്റെ ബാലൻസുള്ള എണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകിട്ട് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് വെളുത്തുള്ളി തൊലി കളഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/4 കപ്പ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അച്ചാറിടുമ്പോൾ വെളുത്തുള്ളിയുടെയോ ഇഞ്ചിയുടെയോ കറിവേപ്പിലയുടെയോ അളവൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 3-4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ നിറം മാറി വരുന്ന സമയത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് അച്ചാറിന് പുളിക്ക് ആവശ്യമായ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കൻ ആവശ്യമായ ഉപ്പ് അതിൽ ചേർത്താണ് വറുത്തിരിക്കുന്നത്. ഇനി ഇവിടെ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. മസാലകളിടുന്ന സമയത്ത് ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയിട്ടിട്ട് വേണം മസാല മൂപ്പിച്ചെടുക്കാൻ. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല എല്ലാം ഇട്ട് ഫ്ലെയിം നന്നായി സിമ്മിലാക്കി 1 മിനിറ്റോളം മസാലയൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഈ അച്ചാറിന് വേണ്ടി 1/2 കപ്പ് വിനാഗിരിയോളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ചിക്കനും മസാലയും എല്ലാം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. വളരെ ടേസ്റ്റിയായ ഒരു അച്ചാറാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ പിന്നെ ചോറിടാൻ കറികളുടെ ഒന്നും ആവശ്യമേ ഇല്ല.
വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.